ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ കാർഡ്സ് എന്താ പറയുന്നത് എന്നുള്ള ഗൈഡൻസ് എടുക്കാം നിങ്ങൾക്ക്. ആൻഡ് അതിനു മുമ്പ് വേറൊരു കാര്യം, ഞാൻ എഴുതാറുണ്ട്. നിങ്ങൾ കുറച്ചൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ ചില സമയത്ത് ഞാനിവിടെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ കൂടുതൽ ചെയ്യാറില്ല, ബിക്കോസ് നമ്മുടെ ചാനൽ ഇവിടെ ടാരോ ആണ്, ടാരോ റീഡിംഗ് ആണ്. സോ അതുകൊണ്ട് ഞാനിവിടെ അധികം അങ്ങനെ പോസ്റ്റ് ചെയ്യാറില്ല. എൻ്റെ ഫേസ്ബുക്കിലൊക്കെ എനിക്ക് ഫുൾ ഞാൻ കുറേ വർഷമായിട്ട് ഞാൻ എഴുതുന്നതാണ്. ചെറിയ ചെറിയ ഷോർട്ട് കവിതകൾ, ഷോർട്ട് സ്റ്റോറീസ് എഴുതുമായിരുന്നു ഞാൻ. അങ്ങനത്തെയൊക്കെ ചെയ്യും. പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. ഓക്കെ, പല മാഗസീനിലൊക്കെ വന്നിട്ടുണ്ട്. സോ ബുക്സും മാഗസീനും ഒക്കെ ആയിട്ട് കുറച്ച് പബ്ലിഷ് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ എന്തോ ഇപ്പം അതിൽ നിന്നൊക്കെ ഒരു മാറ്റം സംഭവിച്ചു. ഞാൻ ടാരോയിലെത്തി. ഓക്കെ, ബട്ട് എന്നാലും കഥകളോടുള്ള താല്പര്യം എൻ്റെ പോയിട്ടില്ല. ഓക്കെ, കവിതകളും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. കവിതകൾ ഇപ്പോഴും എഴുതും. പക്ഷേ ചെറിയ ചെറിയ ഇതാണ് ഞാൻ എഴുതാറ്. അല്ലാതെ വലിയ നീണ്ട കവിതകളൊന്നുമല്ല, കാവ്യങ്ങളൊന്നുമല്ല. ചെറിയ ചെറിയ ഒരു 4 വരി 8 വരി അങ്ങനെ ചെറിയ കവിതകളാണ് ഞാൻ എഴുതാം. ഓക്കെ, അതുപോലെ കഥകൾ എഴുതാനും എനിക്കിഷ്ടമാണ്. സോ കഥ കേൾക്കാനും ഇഷ്ടമാണ്, പറയാനും ഇഷ്ടമാണ്. സോ ആ ഒരു താല്പര്യം വെച്ചിട്ട് ഞാൻ കുറച്ചായിട്ട് എൻ്റെ മനസ്സിലൊരാഗ്രഹമാണ്. ഞാനിപ്പോഴും ഇങ്ങനെ കുറേ ആയിട്ട് പുരാണ കഥകളും അതൊക്കെ ഞാൻ പണ്ടും നമ്മൾ കേൾക്കുമായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇപ്പോഴും അത് വീണ്ടും ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് ഇടയിൽ ഞാനിങ്ങനെ കുറേ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ആഗ്രഹം, എനിക്കും പറയാൻ ആഗ്രഹം. ആക്ച്വലി കേൾക്കുന്നതിനേക്കാൾ ഞാൻ ഹിന്ദിയിലൊക്കെയാണ് കേൾക്കുക. ഹിന്ദിയിലും മലയാളത്തിലും ഒക്കെ കേൾക്കും. അപ്പം എനിക്കും അങ്ങനെ ഒരു പറയണം എന്നുള്ളൊരാഗ്രഹം എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. മേ ബി എൻ്റെ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കണക്ഷൻ വരുന്നതായിരിക്കാം എനിക്ക് ആ ഒരു താല്പര്യം. ഓക്കെ, അപ്പോൾ ചില കഥകളുടെ അടുത്ത് വീണ്ടും ഒരേ കഥയൊക്കെ തന്നെ ആയിരിക്കും, നിങ്ങൾ കേട്ട കഥകളൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ എന്നാലും എനിക്ക് അങ്ങനെ പറയണം എന്നൊരു തോന്നൽ, മേ ബി ഭഗവാന്റെ ഒരു കൂടുതലും ദൈവകഥകൾ, പുരാണ കഥകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് മാത്രമല്ല, എൻ്റെ മനസ്സിൽ ഞാൻ വേറെയും കുറച്ച് ഐഡിയാസ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങൾ, ഓക്കെ, അതിനെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ ഒരു കഥ പോലെ പറയാനുള്ള രീതിയിൽ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. സോ അതും എല്ലാം ഫോക്കസ് ചെയ്തിട്ട് ഒരു ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പുതിയ ചാനൽ. അതിൻ്റെ പേര് മയിൽപ്പീലി എന്നാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. എൻ്റെ ടേബിളിൽ മുഴുവൻ കുറേ മയിൽപ്പീലി ഇരിക്കുന്നുണ്ട് ഇവിടെ മുമ്പ് തന്നെ. ഒക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. സോ ഐ തിങ്ക് കുറേ പേര് ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. പക്ഷേ എനിക്കും എൻ്റെ കയ്യിൽ കുറേ ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ മയിൽപ്പീലി എന്ന് തന്നെ പേരിട്ടു. മയിൽപ്പീലി എൻ്റെ കഥാചിരാതുകൾ എന്നാണ് പേരിട്ടിരിക്കുന്നത്. സോ എന്താ കണക്ഷൻ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് വാക്ക് ഇഷ്ടമായി, ഞാൻ എടുത്തു, അത്രേ ഉള്ളൂ. ഓക്കെ, സോ ആ ചാനൽ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ, കഥ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാം. ഓക്കെ, ഞാൻ ലിങ്ക് ഇവിടെ താഴെ കൊടുക്കാം. ആക്ച്വലി എൻ്റെ പോസ്റ്റിലും കിടക്കുന്നുണ്ട്, ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. റെഗുലറായിട്ട് അങ്ങനെ ഡെയിലി പോസ്റ്റ് ഒന്നും ചിലപ്പോൾ ഇപ്പം ഉണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് എനിക്ക് ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ ആയിട്ട് ഇടാൻ പറ്റിയ, ഷോർട്സ് ഒക്കെ ആയിട്ട് ഇടാൻ പറ്റിയ നോക്കാം. പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്ലാൻ ഒരു ആഴ്ചയിൽ 1-2 തവണ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ മിക്കവാറും. ഓക്കെ, നോക്കാം. ദൈവം എങ്ങനെയാ മുന്നോട്ട് കൊണ്ടുപോകണം എനിക്കറിയില്ല. ഓക്കെ, അതിനനുസരിച്ച് പോട്ടെ. സോ താല്പര്യമുള്ളവർ ഫോളോ ചെയ്യാം, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഐ ഹോപ്പ് എൻ്റെ ഞാനാണ് ശബ്ദം കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ പറയുന്നതായിട്ടാണ്. അതിനെ കുറച്ച് വീഡിയോ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ചെയ്യാൻ തുടങ്ങണം. കുറച്ചായിട്ട് സ്റ്റാർട്ട് ചെയ്യണത് സ്റ്റാർട്ടിംഗ് ആണ്. എനിക്കും പറയാനും അങ്ങനെ ഒരു ഫ്ലോ എനിക്ക് കിട്ടുന്നില്ല. നല്ലോണം മലയാളത്തിൽ നിങ്ങൾക്കറിയാലോ, മലയാളം ഞാൻ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്ന. സോ മലയാളത്തിൽ ആ ഒരു ഫ്ലോയിൽ പറയാനും കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട് ഞാൻ. എന്നാലും എനിക്കൊരാഗ്രഹം ചെയ്യണം എന്നൊരാഗ്രഹം വന്നു. ശരി, ചെയ്തളയാം. അപ്പോൾ 1-ാം തീയതി അല്ലേ, നല്ല ദിവസമല്ലേ, തുടങ്ങി കളയാമെന്ന് വിചാരിച്ചു. ഓക്കെ, സോ ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഗൈഡൻസ് എടുക്കുന്നുണ്ട്. ആൻഡ് ഐ ഹോപ്പ് പ്ലീസ് ചാനലൊന്ന് നോക്കുക അറ്റ്ലീസ്റ്റ്. ഓക്കെ, താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഓക്കെ, ചുമ്മാ കുറച്ച് കാലങ്ങളും ഓടട്ടെ അല്ലേ, ഓടുന്നവരെ ഓടട്ടെ, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇന്നത്തെ കാർഡ്സ് നിങ്ങളോട് എന്താ പറയുന്ന ഗൈഡൻസ് എന്താ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നത്? ഓക്കെ, 10 of Swords, ഈഗോ ആൻഡ് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആണല്ലോ കാണുന്നത്. വല്ലാത്തൊരു സ്ട്രെസ്സാണ് കാണുന്നത് നിങ്ങൾക്ക്. 10 ഇവിടെ വന്നിട്ടുണ്ട്. രണ്ടും ആക്ച്വലി ഒരു ബേർഡൻസ്. ഓക്കെ, ഇങ്ങനെ എടുക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിന്ന് ചില ബേർഡനുകൾ അവസാനിക്കുന്നു എന്നാണ് ആക്ച്വലി. ഓക്കെ, ഒരു എൻഡിങ് വരുന്നുണ്ട്. ആ എൻഡിങ് നിങ്ങൾക്ക് ചില ഭാരങ്ങൾ നിങ്ങളുടെ മേലെ ഉണ്ടായിരുന്നു. ഓക്കെ, ആ ഭാരങ്ങളെ നിങ്ങൾ താഴെ ഇടുന്ന ഒരവസ്ഥയാണ് എനിക്ക് കാണുന്നത്. ഈഗോ എൻഡ് ആവുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, ഈഗോ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈഗോ എന്ന് പറഞ്ഞാൽ അഹങ്കാരം എന്ന രീതിക്കല്ല, ഞാൻ എന്നൊരു ഭാവം ഉണ്ടാവും നമുക്കൊക്കെ. അത് എല്ലാവർക്കും ഉള്ളതാണ്, നിങ്ങൾക്ക് മാത്രമല്ല എനിക്കടക്കം. ഓക്കെ, ഞാനിപ്പോൾ പറയുന്നുണ്ട് ഞാൻ ചെയ്തു എന്ന് പറയുന്നില്ലേ. സോ ആ ഒരു ഭാവം, അതിനെയാണ് നമ്മൾ ഈഗോ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മളെന്തെങ്കിലും ചെയ്തിട്ടാണോ? ഓക്കെ, എല്ലാം അവിടെ നിന്ന് ചെയ്യിപ്പിക്കുന്നു, നമ്മൾ ഫോളോ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ ആ ഒരു ചിലപ്പോൾ
മെറ്റീരിയലിസം, അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരികയാണ്. ഓക്കെ, നിങ്ങൾ പലതും ലെറ്റ് ഗോ ചെയ്യാൻ തുടങ്ങുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനെ തന്നെ നിങ്ങൾ മാറ്റാൻ തുടങ്ങുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ ചില ഭാരങ്ങൾ ഒഴിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട്, എൻഡിങ്സ് കാണുന്നുണ്ട്. നിങ്ങളുടെ മേലെ ഒരുപാട് ബേർഡൻ ഉണ്ടായിരുന്നു, ആ ബേർഡൻ തീരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അത്രത്തോളം നിങ്ങൾ വേദന ക്യാരി ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, വേദന, വിഷമം, സ്ട്രെസ് ക്യാരി ചെയ്ത് കഴിഞ്ഞു നിങ്ങൾ. ഓക്കെ, ഇവിടെ രണ്ടും 10-10 ആണ്. സോ എൻഡിങ് ആണ് പറയുന്നത്. ചില എൻഡിങ്സ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. അത് പക്ഷെ ആവശ്യമായി. ഓക്കെ, ആ എൻഡിങ് ആവശ്യമായിരുന്നു. ബിക്കോസ് നിങ്ങളുടെ ഈ ഒരു ഭാരം ഒഴിയാൻ വേണ്ടിയിട്ടായിരിക്കാം, നിങ്ങളുടെ ലൈഫിൽ നിന്ന് ചില നിങ്ങൾക്ക് നല്ലതല്ലാത്ത സിറ്റുവേഷൻസ് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ എനിക്ക് കാണുന്നത്. ആ ലെറ്റിംഗ് ഗോ ആക്ച്വലി വളരെ നല്ലതാണ്. ഈ ഒരു തരം ശരിക്കും ഇത് രണ്ടും ഇപ്പം ഞാൻ ഇന്ന് കാർഡ്സ് ഞാൻ തീർത്തേ ഉള്ളൂ. 10 of Swords ആയിരുന്നു അന്നത്തെ. അതിലും ഇത് തന്നെയാണ് പറഞ്ഞത്. നമ്മുടെ ഒരു മരണതുല്യമായ ഒരു അവസ്ഥയാണ് പറയുന്നത്. ഓക്കെ, മരണതുല്യം എന്ന് പറയുമ്പോൾ നമ്മൾ അത്രത്തോളം വേദന അനുഭവിച്ച് നമ്മൾ പറയില്ലേ, ലൈക്ക് ഇനി താങ്ങാൻ ബാക്കിയൊന്നുമില്ല എന്ന് പറഞ്ഞൊരു അവസ്ഥ എത്തുമ്പോഴാണ് ആ ഫൈനൽ നമ്മൾ ലെറ്റിംഗ് ഗോ വരുന്നത്. ഓക്കെ, നമ്മൾ ഇനി നമുക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരവസ്ഥ. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടു നടന്ന ഭാരങ്ങൾ അത് പലതരത്തിലായിരിക്കാം ഓരോരുത്തരും. സോ അതെല്ലാം ലെറ്റ് ഗോ ചെയ്ത് അവസാനം നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ ഫുള്ളി യൂണിവേഴ്സിന് മുമ്പിൽ സറണ്ടർ ചെയ്യുന്നതാണ്. ഈഗോ ഡെത്ത് വരെ സംഭവിക്കുമെന്നാണ് പറയുക. ഈഗോ ഡെത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ എന്ന ഭാവം നമ്മൾ വിട്ടുകളയാം. ഓക്കെ, ഞാനൊന്നുമല്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. സറണ്ടറിങ് എന്നാണ് അതിന് പറയുക. ആ സറണ്ടറിങ് യൂണിവേഴ്സിൻ്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ ഓക്കെ നമ്മളെ ഫുള്ളി നമ്മൾ സമർപ്പിക്കുക എന്ന രീതിക്കാണ്. ഇനി എനിക്കിത് താങ്ങാൻ വയ്യ. ഓക്കെ, ഇനി എനിക്കിതിലിവിടെ ആക്ച്വലി വാവ് എൻ്റെ സ്റ്റോറിയും ഐ തിങ്ക് പറഞ്ഞു വന്നപ്പോഴാണ് ഞാനും ഓർത്തത്, ഈശ്വരം. ഓക്കെ, കണക്ഷൻസ് എന്താണ് പറയുന്നത്, യൂണിവേഴ്സ് കാണിക്കുന്ന സിമ്പിൾസ് കണക്ഷൻസ് ഇങ്ങനെയാണ്. നിങ്ങൾ കഥ ഒന്ന് പോയി കാണുന്നത്. ഐ തിങ്ക് അതിലും ഞാൻ ഈ കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. വാവ്, ഞാനൊരു മിനിറ്റിന് ഇതായിപ്പോയി. ഓക്കെ, ആ കഥയും കൂടി ഒന്ന് കാണാൻ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഓൾറെഡി ഇട്ടിട്ടുണ്ട്, പോയി കേട്ട് നോക്കൂ. അതിലും ഈ ഒരു കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ലൈക്ക് നമ്മൾ ഫുള്ളി യൂണിവേഴ്സിൻ്റെ മുമ്പിൽ സറണ്ടർ ചെയ്യുക എന്ന രീതിക്ക്. എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞു, ഇനി ഒന്നും നമുക്ക് ബാക്കിയില്ല. ഓക്കെ, ഇനി ഇവിടുന്ന് നമ്മളെ എന്താ പറയുക, ഏറ്റവും താഴെ എത്തിക്കഴിഞ്ഞു, ഇനി മേലേക്ക് വരാനുള്ളൂ. എനിവേ, ആ മേലേക്ക് വരാനുള്ളത് നമ്മളെ ആരെ കൊണ്ടുവരിക, നമ്മളെ സഹായിക്കുന്നത് ഭഗവാനാണ്, യൂണിവേഴ്സാണ്. ഓക്കെ, സോ ആ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞു നിങ്ങളിവിടെ. പക്ഷേ ഒരിക്കലും എൻഡിങ് നെഗറ്റീവായിട്ട് എടുക്കണ്ട. ഈ ഒരു എൻഡിങ് ഒരിക്കലും നിങ്ങൾക്ക് നെഗറ്റീവ് അല്ല. ഓക്കെ, നിങ്ങളുടെ ഈ ഒരു ഭാരങ്ങൾ മനസ്സിൽ നിന്ന് പോവുകയാണ്. നിങ്ങളുടെ ലൈഫിൽ നല്ലതല്ലാത്തതാണ് നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നത്. ഒരിക്കലും നിങ്ങളതിൽ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അതിനുശേഷം നിങ്ങൾ സ്ട്രോങ് ആവുന്നതാണ് എനിക്ക് കാണുന്നത്. കിങ് ഓഫ് സോർഡ്സ് എനർജിയാണ്. 3 of Wands ഉണ്ട് ഇവിടെ. ഓക്കെ, യെസ്, പ്ലാനിങ്, മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാണ്. ഓക്കെ, നിങ്ങൾ ഇനി മുന്നോട്ട് ഗ്രോത്ത് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നിങ്ങൾ ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ വളരെ സ്ട്രോങ് ആവുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. യെസ്, അതങ്ങനെയാണെങ്കിലും അല്ലേ, നമ്മൾ ഒരുപാട് വേദന സഹിച്ചു കഴിയുമ്പോൾ അവസാനം ഞാൻ പറഞ്ഞില്ലേ, ഇനി ഏറ്റവും താഴെ എത്തിക്കഴിഞ്ഞു, ഇനി ഒന്നും ബാക്കിയില്ല. ഓക്കെ, ഇനി ഇവിടുന്ന് മേലേക്ക് പോകാനുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ്. സോ ഇവിടെ ഇനി ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇനി മുന്നോട്ടുള്ള പ്രോഗ്രസ് ആണ് വരാൻ പോകുന്നത്. ഓക്കെ, അതിനുവേണ്ടി നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആവുന്നതായിട്ടും ആക്ഷൻ എടുക്കുന്നതായിട്ടും എനിക്ക് കാണുന്നുണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങളെ റെസ്പെക്ട് ചെയ്യപ്പെടുന്നതായിട്ട്, നിങ്ങളുടെ ഇതുവരെ നഷ്ടപ്പെട്ടത് എന്തൊക്കെ ഉണ്ടോ, എന്താണോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അതെല്ലാം യൂണിവേഴ്സ് നിങ്ങൾക്ക് തിരിച്ചു തരാൻ പോകുന്നുണ്ട്. ഓക്കെ, ഐ എം വെരി ഷുവർ. ആക്ച്വലി ഈ ഒരു എൻഡിങ്ങിന് ശേഷം തീർച്ചയായിട്ടും ഇവിടെ ഒരു ഡിവൈൻ ടൈമാണിത്. ഈ ഡിവൈൻ ടൈമിൽ ഇത് നടക്കണം എന്നുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ നമ്മൾ അവസാനിക്കണം എന്നുള്ളതുണ്ട് ഇവിടെ. നിങ്ങളെ ഫ്രീ ആയിട്ടാണ് വിടുന്നത്. ഈ ഒരു ഇത് കണ്ടു, ഈഗോ നമ്മൾ വിട്ട് കളയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഫ്രീഡം ആണ് വരുന്നത്. ഓക്കെ, നമ്മൾ ശരിക്കും ഫുള്ളി യൂണിവേഴ്സിന്റെ മുമ്പിൽ സറണ്ടർ ചെയ്യുമ്പോൾ ശരിക്കും നമുക്കൊരു സമാധാനം, പീസാണ് നമ്മുടെ ലൈഫിൽ വരാം. ഓക്കെ, നിങ്ങൾക്കൊരു ഫൈനൽ ഔട്ട്കം ഇതിൻ്റെ ബാലൻസ് വരുന്നു നിങ്ങളുടെ ലൈഫിൽ. കോംപ്രമൈസ്, സെൽഫ് കൺട്രോൾ, മോഡറേഷൻ. ഓക്കെ, എനിവേ നിങ്ങളുടെ ലൈഫിലേക്ക് ബാലൻസ് വരുന്നു, അങ്ങനെ എടുത്തോളൂ. ഓക്കെ, നിങ്ങളുടെ ജീവിതം നിങ്ങൾക്കൊരു എന്താ പറയുക, ഇങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും മുന്നോട്ട് എന്ന് പറയാം. അഗെയിൻ ഇവിടെ ക്വീൻ ഓഫ് സോർഡ്സും ഉണ്ട്. സോ കിങ് ഓഫ് സോർഡ്സ്, ക്വീൻ ഓഫ് സോർഡ്സ് ഉണ്ട്. ചിലപ്പോൾ റിലേഷൻഷിപ്സിൻ്റെ കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്കൊരു റീകൺസിലേഷൻ കാണുന്നുണ്ട്. നിങ്ങളൊരു ആക്ച്വലി ഇവിടെ രണ്ടുപേരും ഈക്വൽ ആയിട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ. ഓക്കെ, ആരോടെങ്കിലും ഇതുവരെ ക്ലാഷ്, നിങ്ങളും സ്ട്രോങ് ആവുന്നതായിട്ടും മീൻസ് നിങ്ങളായാലും റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ പരസ്പരം ഓക്കെ ഒരേ ഒരു ലെവലിൽ എത്തുന്ന പോലെയാണ്, സെയിം ലെവലിൽ എത്തുന്ന പോലെയാണ് രണ്ടുപേരും. ബട്ട് അത് നല്ലതാണ്. ഓക്കെ, ഒരു ലൈക്ക് കപ്പിളായിട്ടാണ് അവിടെ എനിക്ക് കാണുന്നത്. ആൻഡ് എന്തോ പുതിയതായിട്ട് നിങ്ങൾക്കൊരു തുടക്കം വരുന്നുണ്ട് എന്നാണ് കാണുന്നത്. പേജ് ഓഫ്
പെൻഡിക്കിൾസ് ആണിത്, പേജ് ഓഫ് പെൻഡിക്കിൾസ്. സോ നിങ്ങൾക്കൊരു പുതിയൊരു ഓഫർ വരുന്നു. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് വരുന്നു. ഞാൻ പറഞ്ഞില്ല, എല്ലാം എൻഡ് ചെയ്ത് കഴിയുമ്പോൾ പുതിയ തുടക്കങ്ങൾ വരുന്നു എന്നാണ് ഇവിടെ. ഓക്കെ, ആൻഡ് ഇവിടെ അതിനുവേണ്ടി ചിലത് വിട്ട് കളയണം. യെസ്, അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ചിലത് നിങ്ങൾ വിട്ട് കളയുമ്പോൾ, ചിലത് ലെറ്റ് ഗോ ചെയ്യുമ്പോൾ, ചിലത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആക്ച്വലി യൂണിവേഴ്സായിട്ട് എടുത്ത് മാറ്റും. നിങ്ങളുടെ യൂണിവേഴ്സായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്നെല്ലാം എടുത്ത് മാറ്റിയെന്നിരിക്കും. ഓക്കെ, ബട്ട് അതിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട. അത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു എന്താ പറയുക, ബുദ്ധിമുട്ടുണ്ടാക്കാനോ വിഷമിപ്പിക്കാനോ അല്ല ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേറെ അതിലും നല്ലത് എന്തോ പുതിയത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങളായിട്ട് വിട്ടുകളയാതിരിക്കുമ്പോൾ അവസാനം യൂണിവേഴ്സിനെ ചെയ്യേണ്ടി വരുന്നതാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, സോ എനിവേ ഇവിടെ പറയുന്നത് നിങ്ങൾക്കൊരു പുതിയ തുടക്കം വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഐ തിങ്ക് ഇവിടെ ഫൈനലി നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ തന്നെ ലെറ്റ് ഗോ ചെയ്യാണ്. നിങ്ങളുടെ തന്നെ സ്വഭാവങ്ങൾ, നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങൾക്ക് നല്ലതല്ലാത്തത് എന്താണോ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യക്തിയാവാം, ഒരു ജോലിയോ അങ്ങനത്തെ കാര്യങ്ങളോ ആവാം, റിലേഷൻഷിപ്സ് ആവാം, ഫ്രണ്ട്ഷിപ്സ് ആവാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ സ്വന്തം ശീലങ്ങൾ എന്തെങ്കിലും മാറ്റുക. ഓക്കെ, അതായിരിക്കാം നിങ്ങൾക്ക് നല്ലതിന് വേണ്ടി നിങ്ങൾ ചില മാറ്റങ്ങൾ വരുത്തുക, അങ്ങനെയാവാം. ഓക്കെ, സോ വാട്ട് എവർ എന്തോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എൻഡ് ചെയ്ത് പോകുന്നുണ്ട്. ആ എൻഡിങ്ങിന് ശേഷം പക്ഷേ ന്യൂ ബിഗിനിങ് വരുന്നു, ബാലൻസ് വരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി പക്ഷെ മുന്നോട്ട് നിങ്ങൾ സൂക്ഷിക്കണം. ഓക്കെ, മുന്നോട്ട് നിങ്ങൾ കെയർഫുൾ ആവണം എല്ലാ കാര്യത്തിനും. ഓക്കെ, എല്ലാം ഒരു നമ്മൾ പറയില്ലേ ബാലൻസിൽ കൊണ്ടുപോകാൻ നിങ്ങൾ ഇനി പഠിക്കണം. ഓക്കെ, ഒരു എൻഡിങ് വരും. ആക്ച്വലി ആ കഥ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നപ്പോഴാണ് ഞാൻ ഓർത്തത്. ആ കഥ ഒന്ന് പോയി കേൾക്കുക. ഐ തിങ്ക് അതിലും കുറച്ചൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് ഉണ്ടാവും. സോ ഇതാണ് എനിക്ക് തോന്നി, എന്തോ കാര്യത്തിന് നമ്മളെ കൊണ്ട് ഇങ്ങനെ ഭഗവാൻ ചെയ്യിപ്പിക്കുന്നു എന്ന് പറയില്ലേ, ആ ഒരു ഫീലിംഗ്. അതെൻ്റെ ഇഷ്ടമാണ് കഥകളോട്, യെസ് ശരിയാണ്. പക്ഷെ അതിൻ്റെ ഒപ്പം അതിൽ ചില പാഠങ്ങൾ, ലെസൺസ് എന്ന രീതിക്ക് കൂടിയാണ് ഞാൻ ചിന്തിച്ചത്. സോ നോക്കാം ഭഗവാൻ എന്താ തീരുമാനിച്ചത് എനിക്കും അറിയില്ല. ഓക്കെ, ലെറ്റ്സ് സീ. ടുഡേ ഈസ് എ ഫ്രഷ് സ്റ്റാർട്ട്. ഇതാണ് നിങ്ങൾക്കുള്ള അഫർമേഷൻ ഇന്നത്തെ. ഞാൻ പറഞ്ഞില്ലേ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിച്ചു. ഓക്കെ, ഒരു പുതിയ തുടക്കം വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ടുഡേ ഈസ് എ ബ്രാൻഡ് ന്യൂ ഡേ ദാറ്റ് ഐ വിൽ എംബ്രേസ് ആസ് എ ന്യൂ ബിഗിനിങ് ആൻഡ് മേക്ക് ദ ബെസ്റ്റ് ഓഫ് ദിസ് ഡേ. നിങ്ങൾക്കുള്ള അഫർമേഷനാണ് ഇന്നത്തെ. ഓക്കെ, ഇത് യൂസ് ചെയ്യൂ. ഓക്കെ, ഐ ഹോപ്പ് വേറെ ഇടയിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന്. ഓക്കെ, ടുഡേ ഐ ആം എനർജറ്റിക്. ടുഡേ ഐ എം ഫിൽഡ് വിത്ത് ആൻ ഇൻക്രെഡിബിൾ എനർജി ആൻഡ് എന്തൂസിയാസം ടു ഫേസ് ദിസ് ബ്യൂട്ടിഫുൾ ഡേ. ഇതുകൂടി നിങ്ങൾക്ക് അഫർമേഷനായിട്ട് യൂസ് ചെയ്യാം. ഇന്നത്തെ ദിവസം ഓക്കെ ഒരു പുതിയ തുടക്കം വരികയാണ്. സോ അതിന് ഞാൻ വളരെ എനർജറ്റിക് ആയിട്ട് എന്തൂസിയാസത്തോടെ ഞാൻ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ എന്ന് സ്വയം നിങ്ങൾ പറയാം. ഓക്കെ, today I am at peace. Today I am at peace with all that has happened, all that is happening and that will happen. Yes, പാസ്റ്റിൽ എന്താണോ നടന്നത് അതിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, ഞാൻ സ്വീകരിക്കുന്നു. ഓക്കെ, എനിക്ക് എന്ത് നടന്നാലും ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പറഞ്ഞത് എൻഡിങ്സ് എന്നാണ് പറഞ്ഞത്. ആ എൻഡിങ്സ് എനിക്ക് നല്ലതിനാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഐ അക്സെപ്റ്റ് എവറിത്തിങ്. ഞാൻ അതിനെ പീസ്ഫുള്ളായിട്ട് ഞാൻ സ്വീകരിക്കുന്നു എന്നാണ് പറയുന്നത്. ഒന്ന് രണ്ട് അഫർമേഷൻസ് കൂടി തരാം നിങ്ങൾ, ഞാൻ എന്തായാലും റിലേഷൻഷിപ്പ് എടുക്കുന്നില്ല. ഓക്കെ, ടുഡേ ഐ വിൽ എക്സ്പ്രസ് മൈ സെൽഫ്. ടുഡേ ഐ വിൽ എക്സ്പ്രസ് മൈ ഫീലിംഗ്സ് ഓപ്പൺലി ആൻഡ് ഓണസ്റ്റ്ലി ബൈ റൈറ്റിംഗ് ദം ഡൗൺ ആൻഡ് റീഡിംഗ് ദം അലൗഡ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഒന്ന് ചെയ്യാവുന്നതാണ്. ഓക്കെ, ചെയ്തു നോക്കുക. നിങ്ങൾക്ക് വല്ല വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ലെറ്റ് ഗോ ചെയ്യാൻ ശ്രമിക്കുക, എഴുതിയിട്ട് ബേൺ ചെയ്ത് കളയാം. ഓക്കെ, അതൊരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വിഷമങ്ങളെ ഉള്ളിൽ ഒരുപാടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് മറക്കാൻ പറ്റുന്നില്ല, വിട്ടുകളയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എഴുതിയിട്ട് ലെറ്റ് ഗോ ചെയ്യൂ. ഓക്കെ, ഐ ഹോപ്പ് ഇതൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട്സ് എടുത്തോളൂ. ഇന്ന് ഞാൻ ഇങ്ങനെ കുറച്ച് ഇതാക്കുന്നത്. ലാസ്റ്റ് വൺ, ടുഡേ ഐ എം ഗ്രേറ്റ്ഫുൾ. യെസ്, ടുഡേ മൈ ഹാർട്ട് ഈസ് ഫിൽഡ് വിത്ത് ജോയ്. ഐ സീ ദ പോസിറ്റീവ് ഇൻ എവറിത്തിങ് ടുഡേ. യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്താണോ തരുന്നത് അതിനെല്ലാം നമ്മളെപ്പോഴും ഗ്രേറ്റ്ഫുൾ ആണ് എന്നാണ് പറയുന്നത്. എല്ലാത്തിനും നമ്മൾ നന്ദിയുള്ളവരാണ്. ഓക്കെ, എൻ്റെ മനസ്സിൽ ഫുൾ ഇന്ന് ജോയ് ആണ് എന്നാണ് പറയുന്നത്. ഐ സീ പോസിറ്റീവ് ഇൻ എവറിത്തിങ് ടുഡേ. ഓക്കെ, എല്ലാത്തിലും പോസിറ്റീവ് കാണുന്നു. ഈവൻ എൻഡിങ്സ് പോലും, ഞാൻ പറഞ്ഞില്ലേ എൻഡിങ്സ് പോലും നമുക്ക് നല്ലതിനാണ്. സോ അതിലും പോസിറ്റീവ് കാണാം. അതിനുശേഷം നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് യൂണിവേഴ്സ് കൊണ്ടുവരുന്നുണ്ട് എന്നാണ്. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യൂ. സോ എന്തായാലും നമുക്ക് നല്ലൊരു ഉത്സാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആൻഡ് പ്ലീസ് പുതിയ ചാനൽ ഒന്ന് കണ്ടു നോക്കാം. ഇഷ്ടമാവുമെന്നറിയില്ല. ഓക്കെ, എല്ലാവർക്കും ഇപ്പം തന്നെ താങ്ക് യു, നന്ദി, നമസ്കാരം. ഓക്കെ.